ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് LBS BSc നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി അഡ്മിഷൻ്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ടെങ്കിൽ വിദ്യാഭ്യാസപരമായ പ്രത്യേകിച്ച് അഡ്മിഷൻ സംബന്ധമായ എല്ലാ അപ്ഡേറ്റ്സിനായിട്ടും നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ കേരളത്തിലെ BSc നഴ്സിംഗ്, അതായത് ഗവൺമെൻറ് എയ്ഡഡ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ BSc നഴ്സിംഗിനും മറ്റ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകൾക്കൊക്കെ അഡ്മിഷൻ ലഭിക്കേണ്ടവർക്ക് ഈ LBS ത്രൂ ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. മുമ്പ് ചെയ്ത വീഡിയോസിൽ നമ്മളത് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷനാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. മെയ് 14 മുതൽ ജൂൺ 7 വരെയാണ് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നത്. ജനറൽ വിഭാഗത്തിന് 800 രൂപയും SC/ST വിഭാഗത്തിന് 400 രൂപയുമാണ് അപേക്ഷാ ഫീസ് വരുന്നത്. നിങ്ങൾക്ക് അപേക്ഷാ ഫീസ് ഓൺലൈനായിട്ട് അടയ്ക്കാം, അതല്ലെങ്കിൽ ചെലാൻ വഴി ഫെഡറൽ ബാങ്കിൻ്റെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ പോയിട്ട് നിങ്ങൾക്ക് അടയ്ക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ മുമ്പ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരുന്നു, നിങ്ങൾ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് തന്നെ ചില ഡോക്യുമെൻറ്റ്സുകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. പ്രത്യേകിച്ച് ക്ലെയിംസ് ഒക്കെ ഉള്ള റിസർവേഷനും അങ്ങനെയുള്ള ക്ലെയിമുകൾ ഉള്ളവർ അതിൻ്റേതായ സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾ ആ ഒരു ടൈമിൽ അപ്ലോഡ് ചെയ്യണം. അപ്പം നിങ്ങൾ ഇതുവരെയും സർട്ടിഫിക്കറ്റുകളൊക്കെ എടുക്കാത്തവരാണെങ്കിൽ ഇനിയും എടുത്തു വെക്കുക. രജിസ്ട്രേഷൻ സമയത്ത് നിങ്ങളത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ അപ്ലോഡ് ചെയ്യാത്തവരുടെ ആ ഒരു ആപ്ലിക്കേഷൻ LBS ടെമ്പററി ആയിട്ട് റിജക്റ്റ് ചെയ്യും. ഓക്കെ, അതായത് ഇപ്പോൾ നിങ്ങൾ രജിസ്ട്രേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഫൈനൽ സബ്മിഷൻ എല്ലാം കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ LBS വെരിഫൈ ചെയ്യും. ആ ഒരു ടൈമിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളൊന്നും കൃത്യമായിട്ടുള്ളതല്ലെങ്കിൽ ചിലപ്പോൾ വാലിഡിറ്റി കഴിഞ്ഞതാണെങ്കിലോ അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ളതല്ലെങ്കിലോ ഇങ്ങനെയൊക്കെയുള്ള കേസിൽ LBS ടെമ്പററി ആയിട്ട് താൽക്കാലികമായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യും. ആ ഒരു ടൈമിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് കാണിക്കുന്നത് ടെമ്പററി റിജക്റ്റഡ് എന്നായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ നിങ്ങൾ സർട്ടിഫിക്കറ്റുകളെല്ലാം കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ധൃതി വെച്ച് പെട്ടെന്ന് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാൽ ലാസ്റ്റ് ഡേറ്റ് വരെ നോക്കിയിരിക്കുകയും ചെയ്യരുത്. ഓക്കെ, നിങ്ങൾക്ക് ഫോണിൽ രജിസ്ട്രേഷൻ ചെയ്യാം, അതല്ലെങ്കിൽ അക്ഷയ വഴി നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാം. പിന്നെ കഫേ ഒക്കെ ഉണ്ട്, അവിടെയൊക്കെ പോയി നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാം. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് SSLC സർട്ടിഫിക്കറ്റ് നോക്കി കൃത്യമായിട്ട് ഡീറ്റെയിൽസ് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം ഈ ഒരു നേരത്തെ പറഞ്ഞതുപോലെ ആപ്ലിക്കേഷനൊക്കെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞവർക്ക്, മീൻസ് ഫൈനൽ സബ്മിഷൻ എല്ലാം കൊടുത്ത് രജിസ്ട്രേഷൻ എല്ലാം പൂർത്തീകരിച്ചവർക്ക് LBS നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ വെരിഫൈ ചെയ്തിട്ട് നിങ്ങളുടെ ആ ഒരു ലോഗിൻ പോർട്ടലിൽ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് കൊടുക്കും. ഓക്കെ, നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് എല്ലാം ഓക്കെ ആണ്, നിങ്ങളുടെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റാറ്റസ് ആയിരിക്കും. അതല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ടെമ്പററി റിജക്റ്റഡ് എന്ന് പറഞ്ഞിട്ടായിരിക്കും കൊടുക്കുക. അപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചിലപ്പോൾ ഈ ഒരു അപേക്ഷയുടെ സമയമൊക്കെ നീട്ടാൻ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ജൂൺ 7 വരെയാണ് പറയുന്നത്, ചിലപ്പോൾ അത് കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തേക്കാം. ഇവിടെ നോക്കുക, ഇവിടെ പ്രോസ്പെക്ടസ് കൊടുത്തിട്ടുണ്ട്. പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്തിട്ട് ആദ്യം തന്നെ അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ്സ് റിക്വയർഡ് ഫോർ വേരിയസ് ക്ലെയിംസ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് വേണ്ടതെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അത് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ അതും കൂടെ ഒന്ന് വായിച്ചു നോക്കുക. ഇനി എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണെന്നുള്ള ആ ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ആ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കുക, മൊത്തം 15 കോഴ്സാണ് വരുന്നത്. BSc നഴ്സിംഗോട് ഉൾപ്പെടെ 15 കോഴ്സാണ് വരുന്നത്. എന്തൊക്കെ കോഴ്സുകളാണെന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഞാനത് വീണ്ടും വായിക്കുന്നില്ല, നിങ്ങളത് ജസ്റ്റ് വായിച്ചു നോക്കുക. നേരത്തെ ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഓരോ കോഴ്സുകളുടെ ഡീറ്റെയിൽസ് അവർ നമ്മുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കുക, ഗവൺമെൻറ് കോളേജുകളുടെ മുഴുവൻ സീറ്റും അതുപോലെ തന്നെ ഗവൺമെൻറ് കൺട്രോൾഡ് ആയിട്ടുള്ള സ്വയം ഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ, അതായത് സിമെറ്റ്, CPAS, KEIPA, MCC ഇങ്ങനെയുള്ള കോളേജുകളുടെ സീറ്റും അതുപോലെ തന്നെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൻ്റെ 50% സീറ്റും ഈ ഒരു LBS ത്രൂ ആണ് അതിൻ്റെ അഡ്മിഷൻ നടക്കുന്നത്. 50% സീറ്റ്, അതായത് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെ 50% സീറ്റ് LBS ത്രൂ ആണ്. ബാക്കി 80% മാനേജ്മെൻറ്റ് സീറ്റാണ്. ഇനിയും ഡ്യൂറേഷൻ ഓഫ് കോഴ്സുകളുടെ ഓരോ കോഴ്സുകളുടെയും ഡ്യൂറേഷൻ പറയുന്നുണ്ട്. ഇനി ഇവിടെ പറയുന്ന അക്കാഡമിക് എലിജിബിലിറ്റിയാണ്, കോഴ്സ് വൈസ് ആണ് പറയുന്നത്. BSc നഴ്സിംഗ്, BSc MLT, BSc ഒപ്റ്റോമെട്രി, BSc പെർഫ്യൂഷൻ ടെക്നോളജി, BCVT, BPT, BSc മെഡിക്കൽ റേഡിയോളജിക്കൽ ടെക്നോളജി, BSc ഡയാലിസിസ് ടെക്നോളജി, BOT, ബാച്ചിലർ ഓഫ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി, ബാച്ചിലർ ഓഫ് റേഡിയോതെറാപ്പി ടെക്നോളജി, ബാച്ചിലർ ഓഫ് ന്യൂറോ ടെക്നോളജി, ബാച്ചിലർ ഓഫ് ന്യൂക്ലിയർ മെഡിസിൻ, BSc മെഡിക്കൽ ബയോകെമിസ്ട്രി കോഴ്സസ്. ഇത്രയും കോഴ്സുകളുടെ കാര്യമാണ് ആദ്യം പറയുന്നത്. ഇത്രയും കോഴ്സുകൾക്ക് നിങ്ങൾ +2 പാസ്സായിട്ടുണ്ടാവണം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്ക് വെവ്വേറെ സെപ്പറേറ്റ് ആയിട്ട് മിനിമം പാസ് മാർക്ക് ഉണ്ടാവണം. ഓരോ സബ്ജക്ട്സിനും മിനിമം പാസ് മാർക്ക് ഉണ്ടാവണം. അതോടൊപ്പം തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്ക് നമ്മൾ മൊത്തത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതൊരു 50% മാർക്ക് ഉണ്ടാവണം. ഓക്കെ,
ഇനി അടുത്ത കോഴ്സ് പറയുന്നത് BA-SLP ആണ്. അതിനും ഇതുപോലെ തന്നെ നമ്മൾ +2 പാസ്സാവണം. അതുപോലെ തന്നെ കാൻഡിഡേറ്റ്സ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്ക് മിനിമം പാസ് മാർക്ക്, സെപ്പറേറ്റ് ആയിട്ട് മിനിമം പാസ് മാർക്ക് ഉണ്ടാവണം. അതുപോലെ തന്നെ 50% മാർക്കിൻ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പ്രത്യേകത, ബയോളജിക്ക് പകരമായിട്ട് മാത്തമാറ്റിക്സ് പഠിച്ചവർക്കായാലും അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ്, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ഇലക്ട്രോണിക്സ്, സൈക്കോളജി, ഇതിലേതെങ്കിലും മതി. ബയോളജിക്ക് പകരമായിട്ടാണ് ഈ പറയുന്ന സബ്ജക്ട്സ് ആയാലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് കോഴ്സ് ബാച്ചിലർ ഓഫ് പ്രോസ്തെറ്റിക്സ് ആൻഡ് ഓർത്തോറ്റിക്സ് ആണ്. അതിനും ഇതുപോലെ തന്നെ +2 പാസ്സാവുക. അതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ മാത്തമാറ്റിക്സിന് സെപ്പറേറ്റ് മിനിമം മാർക്സ് ഉണ്ടാവണം. അതോടൊപ്പം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിക്ക് പകരം മാത്തമാറ്റിക്സ് എടുക്കാം. ആൻഡ് ഇംഗ്ലീഷിൻ്റെ കൂടെ മാർക്ക് മൊത്തത്തിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഇനി അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ആ ഒരു വീഡിയോ സെപ്പറേറ്റ് ആയിട്ട്, രജിസ്ട്രേഷൻ്റെ വീഡിയോ, ഡെമോ വീഡിയോ പ്രത്യേകമായിട്ട് ചെയ്യാം. ഇതിനകത്ത് അത് ഉൾപ്പെടുത്തുന്നില്ല. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, BSc നഴ്സിംഗിനും അലൈഡ് ഹെൽത്ത് സയൻസ് ഡിഗ്രി കോഴ്സുകൾക്കും ഒരൊറ്റ ആപ്ലിക്കേഷൻ മതി. ഓക്കെ, അല്ലാതെ BSc നഴ്സിംഗിന് നിങ്ങൾ ഒരു ആപ്ലിക്കേഷനും ഡിഗ്രി കോഴ്സുകൾക്ക് മറ്റൊരു ആപ്ലിക്കേഷനായിട്ട് കൊടുക്കരുത്. എല്ലാത്തിനും കൂടെ ഒരു ആപ്ലിക്കേഷനാണ് വേണ്ടത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പറഞ്ഞ പോലെ സർട്ടിഫിക്കറ്റുകളുടെ എല്ലാം സ്കാൻഡ് കോപ്പീസ് വേണം. അതുപോലെ തന്നെ വേണ്ടതാണ് റീസെൻ്റ് ആയിട്ടുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ. ഓക്കെ, അതുപോലെ നിങ്ങളുടെ സിഗ്നേച്ചറും ആവശ്യമാണ്. ഈ 2 കാര്യങ്ങൾ കൂടി നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കണം. ഫോട്ടോഗ്രാഫ് കളറായിരിക്കണം, ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് ആയിരിക്കണം. ഫോട്ടോയുടെ ഡയമെൻഷൻ പറയുന്നത് 200 പിക്സൽസ് ഹൈറ്റും 150 പിക്സൽസ് വിഡ്ത്തുമാണ്. ഫയൽ സൈസ് 15 KB-ക്കും 30 KB-ക്കും ഇടയിലായിരിക്കണം. ഓക്കെ, പിന്നെ ഈ ഒരു ഇമേജ് ഫയൽ എന്ന് പറയുന്നത് JPEG ഫോർമാറ്റിലായിരിക്കണം. അപ്പോൾ ഇത്രയുമാണ് ഫോട്ടോഗ്രാഫിൻ്റെ കാര്യം ശ്രദ്ധിക്കേണ്ടത്. ഇനി സിഗ്നേച്ചർ നിങ്ങളൊരു പ്ലെയിൻ വൈറ്റ് ഷീറ്റ് പേപ്പർ എടുക്കുക. ശേഷം അതിനകത്ത് ക്ലിയർ ആയിട്ട് നിങ്ങളുടെ സിഗ്നേച്ചർ ഇടുക. ഓക്കെ, എന്നിട്ട് ആ ഒരു ക്രോപ്പ് ചെയ്യുക. മീൻസ് ആ ഒരു ഫുൾ ഷീറ്റ് നിങ്ങൾ സ്കാൻ ചെയ്യരുത്. അത് ക്രോപ്പ് ചെയ്തിട്ട് ആ ഒരു സിഗ്നേച്ചർ മാത്രം എടുത്തിട്ട് അത് നിങ്ങൾ സ്കാൻ ചെയ്യുക. ഇതും JPG ഫോർമാറ്റിലാണ് വേണ്ടത്. ഡയമെൻഷൻസ് 100 പിക്സൽസ് ആൻഡ് 150 പിക്സൽസ് ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് ആണ് വേണ്ടത്. പിന്നെ നിങ്ങളുടെ ഇമേജ് ഫയൽ എന്ന് പറയുന്നത് 10 KB-ക്കും 30 KB-ക്കും ഇടയിലായിരിക്കണം ഫയൽ സൈസ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സിഗ്നേച്ചറും ഫോട്ടോയും നിങ്ങൾ ഈ പറഞ്ഞ രീതിയിലൊക്കെ സെറ്റ് ചെയ്ത് ഒരു ഫയലിൽ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ആ ഒരു ഫയലിൽ നിന്ന് എടുത്ത് അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു പ്രോസ്പെക്ടസിൽ 27th പേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്തൊക്കെ സർട്ടിഫിക്കറ്റുകളാണ് നിങ്ങൾ ഓൺലൈൻ സമയത്ത് അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം ഇതിൻ്റെ എല്ലാം സ്കാൻഡ് കോപ്പി നിങ്ങൾ സേവ് ചെയ്ത് വെക്കണം. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ പെട്ടെന്നത് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റുകളുടെയൊക്കെ വാലിഡിറ്റി നോക്കണം. വാലിഡിറ്റി നോക്കിയിട്ട് വേണം നിങ്ങൾ അപ്ലോഡ് ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ ടെമ്പററി ആയിട്ട് റിജക്റ്റ് ആകും. അപ്പോൾ ആ കാര്യം കൂടെ നോക്കുക. അപ്പോൾ എങ്ങനെയാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഡെമോ വീഡിയോ നമ്മൾ ചെയ്യാം. ഇനി ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വീഡിയോയിൽ അത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക് യു.